പത്താമുദയം പിറന്നതോടെ അത്യുത്തര കേരളത്തിൽ വീണ്ടും ഒരു തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് കാലിച്ചാൻകാവുകളിൽ ഇത്തവണയും ആചാരാനുഷ്ഠാനങ്ങളോടെ കാലിച്ചാനോട്ട് നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പൂർണ്ണസൂര്യൻ ഭൂമിയിൽ ദൃഷ്ടി നൽകുന്ന ദിവസമാണ് വടക്കേ മലബാറുകാരുടെ പത്താമുദയം. കാർഷികാഭിവൃദ്ധിയും കന്നുകാലി സമ്പത്ത് വർധനയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാണ് പത്താമുദയ നാളിൽ നാടെങ്ങും കാലിച്ചാനോട്ടുകൾ നടത്തുന്നത്. കന്നുകാലികളുടെ രക്ഷകനായ ദൈവമാണ് കാലിച്ചാൻ തെയ്യം. ഒരു നായാട്ട് സമൂഹത്തിന്റെ വിശ്വാസ സംരക്ഷകൻ കൂടിയാണ് ഈ തെയ്യം. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ തൊഴിലായി സ്വീകരിച്ച ഒരു ഇടയ സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ് കാലിച്ചാൻകാവുകൾ. കാലിച്ചാൻകാവുകളെ കാലിച്ചാമരങ്ങൾ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. കാഞ്ഞിരമരത്തിലാണ് കാലിച്ചാൻ തെയ്യത്തിന്റെ അധിവാസം. പണ്ടുകാലങ്ങളിൽ കന്നുകാലികളെ കാത്തു പരിപാലിച്ചു പോരുന്ന അതിദേവനായ കാലിച്ചേകവ സങ്കല്പത്തിൽ കാഞ്ഞിരമരച്ചോട്ടിൽ തുടങ്ങിയ ആരാധനയാണ് കാലിച്ചാനോട്ട്. ആദ്യം കുരുത്തോലയും കാഞ്ഞിരത്തിലയും കൊണ്ട് കാവ് അലങ്കരിക്കും. ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന കുത്തരി, തേങ്ങ, പാല് എന്നിവ ചേർത്തുണ്ടാക്കുന്ന പ്രത്യേകതരം പാഴ്ചോറ് നിവേദിക്കുന്ന ചടങ്ങാണിത്. മണിയാണി സമുദായത്തിലെ അംഗങ്ങളാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. കാവിനുള്ളിൽ വെച്ചുണ്ടാക്കുന്ന നിവേദ്യം കാലിച്ചാനോട്ട് നടത്തി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. കന്നുകാലികളെ കാണാതെ വന്നാൽ കാലിച്ചാനമരത്തിന്റെ കീഴിൽ പായസവും മറ്റും നിവേദിക്കുന്ന പതിവുമുണ്ട്. ഇങ്ങനെ കന്നുകാലികളുടെ സംരക്ഷകനായി കരുതിപ്പോരുന്ന കാലിച്ചാൻ അഥവാ കാലിച്ചേകോനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് കാലിച്ചാനോട്ടിന് പിന്നിലെ ലക്ഷ്യവും വിശ്വാസവും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.